നമസ്കാരം. രണ്ടാം ഘട്ട വോട്ടെടുപ്പും കൂടി ഇന്നലെ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വോട്ട് ചെയ്തവരുടെ ശതമാനം എന്ന് പറയുന്നത് 71.71%. ആകെ ചെറുപുഴ പഞ്ചായത്തിലുള്ള വോട്ടർമാരെന്ന് പറയുന്നത് 27,629 വോട്ടർമാരാണ് ആകെ ചെറുപുഴ പഞ്ചായത്തിലുള്ള വോട്ടർമാരുടെ എണ്ണം. അതിൽ 19,814 പേര് മാത്രമാണ് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയത്. അതിലാകെ പുരുഷന്മാർ എന്ന് പറയുന്നത് 13,238 പേരും വനിതകൾ എന്ന് പറയുന്നത് 14,391 പേരുമാണുള്ളത്. അതിൽ പുരുഷ വോട്ടർമാരായ 9,413 പേര് വോട്ട് ചെയ്തപ്പോൾ അതിൽ വനിതാ വോട്ടർമാരായ 10,401 വോട്ടും വനിതകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓരോ വാർഡ് തിരിച്ച് വോട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാം വാർഡിൽ ആകെയുള്ളത് 1,326 വോട്ടർമാരാണുള്ളത്. അതിൽ 920 പേര് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തി. ശതമാനം എന്ന് പറയുന്നത് 69.38%. അതിൽ ഒന്നാം ബൂത്തിൽ വോട്ട് ചെയ്തത് 503 പേര് ഒന്നാം ബൂത്തിൽ വോട്ട് ചെയ്തപ്പോൾ രണ്ടാം ബൂത്തിൽ വോട്ട് ചെയ്തത് 417 പേര് മാത്രമാണ്. രണ്ടാം വാർഡ് പരിശോധിക്കുമ്പോൾ 1,333 വോട്ടർമാരാണ് രണ്ടാം വാർഡിലുള്ളത്. അതിൽ 1,032 പേര് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 77.49% ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതേപോലെ മൂന്നാം വാർഡ് പരിശോധിക്കുമ്പോൾ മൂന്നാം വാർഡ് എന്ന് പറയുന്നത് കോലുവള്ളിയിലാണ്. 1,485 വോട്ടർമാർ വാർഡിലുള്ളത്. അതിൽ 1,018 പേർ വോട്ട് രേഖപ്പെടുത്തി. 68.55% അവിടുത്തെ വോട്ടിംഗ് ശതമാനം. നാലാം വാർഡ് എന്ന് പറയുന്നത് ചുണ്ടേൽ 1,479 വോട്ടർമാരുള്ളതിൽ 1,087 പേര് വോട്ട് രേഖപ്പെടുത്തി. 73.5% ഇവിടുത്തെ വോട്ടിംഗ് ശതമാനം. അഞ്ചാം വാർഡ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വാർഡാണ് അഞ്ചാം വാർഡ്. അഞ്ചാം വാർഡിൽ എന്ന് പറയുന്ന പുളിങ്ങോത്ത് 1,495 വോട്ടർമാരാണ് ഉള്ളത്. അതിൽ 1,011 പേർ വോട്ട് രേഖപ്പെടുത്തി. 67.67% അവിടുത്തെ വോട്ടിംഗ് നില. അതുപോലെ ആറാം വാർഡ് എന്ന് പറയുന്നത് ഇടവരമ്പിലെ വിമതന്മാർ ഉൾപ്പെടെയുള്ള വാർഡാണ്. അവിടെ 1,352 വോട്ടർമാരുള്ളതിൽ 956 വോട്ടുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70.71% അവിടുത്തെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതേപോലെ ഏഴാം വാർഡിൽ 1,534 വോട്ടർമാരുള്ളതിൽ 1,027 പേർ വോട്ട് രേഖപ്പെടുത്തി. 66.95% അവിടുത്തെ വോട്ടിംഗ് നില. അതുപോലെ എട്ടാം വാർഡ് എന്ന് പറയുന്നത് 1,408 വോട്ടർമാരാണ് അവിടെ ഉള്ളത്. അതിൽ 954 വോട്ടും പോൾ ചെയ്തു. 67.76% അവിടുത്തെ വോട്ടിംഗ് നില. അതേപോലെ ഒൻപതാം വാർഡ് പരിശോധിക്കുമ്പോൾ ഒമ്പതാം വാർഡ് ഷാൻഡി കലാധരനാണ് നിലവിലെ LDF സ്ഥാനാർത്ഥി. അത്തരത്തിൽ വലിയൊരു മത്സരം നടക്കുന്ന ഒമ്പതാം വാർഡിൽ 1,488 വോട്ടർമാരാണ് അവിടെ ഉള്ളത്. അതിൽ 1,004 വോട്ട് അവിടെ രേഖപ്പെടുത്തി. 67.47% അവിടുത്തെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതേപോലെ എല്ലാവരും ഉറ്റുനോക്കിയ മറ്റൊരു വാർഡാണ് പത്താം വാർഡ്. LDFന്റെ ഭാഗത്ത് മത്സരിക്കുന്ന കേരള കോൺഗ്രസിലെ ഹൈ പവർ കമ്മിറ്റി അംഗമാണ് മത്സരിക്കുന്ന ജോയ്സ് പുത്തമ്പല. നേരത്തെ ആയിരുന്ന UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷിയോസ് ആണ്. അവിടെ ആകെയുള്ളത് 1,344 വോട്ടുകളാണ്. അതിൽ 983 വോട്ടുകളാണ് അവിടെ പോൾ ചെയ്തിട്ടുള്ളത്. 73.14% ആകെയുള്ള പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതേപോലെ 11-ാം വാർഡിൽ 1,388 വോട്ടർമാരുള്ളിടത്ത് 1,029 വോട്ട് രേഖപ്പെടുത്തി. 74.39% പോളിംഗ് ശതമാനം. അതേപോലെ 12-ാം വാർഡിൽ 1,278 വോട്ടർമാർ അവിടെ ഉള്ളതിൽ 889 വോട്ടാണ് അവിടെ രേഖപ്പെടുത്തിയത്. 69.73% വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. 13-ാം വാർഡിൽ 1,371 വോട്ടർമാരുള്ളതിൽ 1,001 വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. 73.01% അവിടെ പോളിംഗ് ശതമാനം. 14-ാം വാർഡിൽ 1,331 വോട്ടർമാരുള്ളതിൽ 1,041 പേരും വോട്ട് രേഖപ്പെടുത്തി. 78.21% അവിടുത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. 14-ാം വാർഡിൽ 1,331 വോട്ടർമാരാണ് ഉള്ളതിൽ അതിൽ 1,041 വോട്ട് രേഖപ്പെടുത്തി. 78.21% അത് പോളിംഗ് ശതമാനം. അതുപോലെ 15-ാം വാർഡ് പ്രാപ്പോയിൽ പറയുന്നത് 1,371 വോട്ടർമാരാണ് അവിടെ ഉള്ളത്. അതിൽ പോൾ ചെയ്തിരിക്കുന്നത് 1,089 വോട്ട് അവിടെ പോൾ ചെയ്തിട്ടുണ്ട്. 78.51% അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ശതമാനം. അതേപോലെ 16-ാം വാർഡ് 1,374 വോട്ടർമാർ അവിടെ ഉള്ളത്. അതിൽ 1,062 പേര് വോട്ട് രേഖപ്പെടുത്തി. അതേപോലെ 17-ാം വാർഡിൽ 1,338 വോട്ടർമാരാണ് ഉള്ളത്. അതിൽ 940 പേര് അവിടെ വോട്ട് രേഖപ്പെടുത്തി. 70.25% അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ 18-ാം വാർഡിൽ 1,390 വോട്ടർമാരുള്ളതിൽ 953 പേരാണ് വോട്ട് രേഖപ്പെടുത്തി. 68.56% അവിടുത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതേപോലെ 19-ാം വാർഡിൽ 1,130 വോട്ടുള്ളതിൽ 763 പേരാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 67.25% പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതേപോലെ 20-ാം വാർഡ് പുതിയതായിട്ട് വന്നതാണ് ഇക്കുറി 20-ാം വാർഡ്. അവിടെ 1,404 വോട്ടർമാരുള്ളതിൽ 1,053 പേരും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ 75.7%
അവിടുത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആകെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 71.71%. അങ്ങനെ എല്ലാ മുന്നണികളെല്ലാം ഇപ്പോൾ കണക്കൂട്ടലിലാണ്. അവരാര് ജയിക്കുമെന്നുള്ളത് എല്ലാവരും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും ജയപ്രതീക്ഷകളും 13 സീറ്റ് വരെ നേടുമെന്നൊക്കെയുള്ള പ്രഖ്യാപനമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഏതാനും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇനി വോട്ടിങ്ങിനാണുള്ളത്. പയ്യന്നൂർ കോളേജിൽ നിന്നുമാണ് വോട്ടെണ്ണുന്നത്. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. 5 ടേബിളുകളിൽ എടുക്കുന്നു. ആദ്യം എണ്ണാൻ എടുക്കുന്ന 1-ാം വാർഡ്, 5-ാം വാർഡ്, 9-ാം വാർഡ്, 13-ാം വാർഡ്, 17-ാം വാർഡ് എന്നിങ്ങനെയാണ് 5 വാർഡുകൾ ആദ്യം എണ്ണാൻ എടുക്കുന്നത്. അങ്ങനെ 5 ടേബിളുകളായിട്ടാണ് വോട്ടെണ്ണൽ നാളെ നടക്കുന്നത്. പയ്യന്നൂർ കോളേജിൽ നിന്നുമാണ് നാളെ വോട്ടെണ്ണുന്നത്. നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണോ തേടുന്നത്? വീൽ അലൈൻമെന്റ്സ്, ബാലൻസിംഗ്, ടയർ ആൻഡ് പഞ്ചർ സർവീസ്, നൈട്രജൻ എയർ, കാർ വാഷ് ആൻഡ് അണ്ടർ കോട്ടിംഗ്, യൂസ്ഡ് ആൻഡ് റീസോൾഡ് ടയറുകൾ, ആധുനിക അലൈൻമെന്റ് സൗകര്യം, വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ്. ഇനി അർബാന മുതൽ JCB വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട. മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പുള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സെന്റർ. സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി. പുതിയ പാലത്തിന് സമീപം, ചെറുപുഴ.